ശേഷം വീണ്ടും ഞാനും മാസ്റ്റർ ബാബുലും ഫിഷ് പോണ്ടിച്ചേരി ഫ്രൈ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ നമ്മുടെ റെഡ് ബിൽ അല്ലെങ്കിൽ ആവോലി മച്ചാൻ്റെ പുറത്ത് മസാല മുഴുവൻ തേച്ച് പിടിപ്പിച്ച് അവനെ ഇങ്ങനെ കിടത്തിയേക്ക് ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരുവിധം അതിൻ്റെ അകത്തേക്ക് മസാലയൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. അത്രത്തോളം മാംസത്തിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും കേട്ടോ. ശരി, അപ്പോൾ എടുക്കാം. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത് നമുക്ക് അടുപ്പിലേക്ക് എണ്ണ ഒഴിക്കാം അല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാക്കുമ്പോഴത്തേക്ക് അതിലിട്ട് ഇനി പൊരിക്കുകയാണ് പരിപാടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മസാലയിലാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇരിക്കുന്നത്, ഈ ഫിഷ് പോണ്ടിച്ചേരി ഫ്രൈ. അത് ആ പേര് കൊടുക്കാൻ കാര്യം ഇത് പോണ്ടിച്ചേരിയിൽ നിന്നാണ് ഈ മസാലയുടെ ഒരു ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തുടക്കത്തിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു, ലാസ്റ്റ് തേങ്ങ പാൽ, അതായത് കൈയിട്ട് തേങ്ങ ചിരുകി ഇതിനെ അല്പം വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും അപ്പോൾ മാറുന്നതെന്നുള്ളത് അവസാനം കഴിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആഹാ, അപ്പോൾ പാകത്തിന് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ആവോലി മച്ചാനെ അതിലേക്ക് ഇറക്കാനുള്ള സമയമായിട്ടുണ്ട്. ബാബുൽ തന്നെ അത് ചെയ്തോളൂ. ഒരു മീഡിയം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇവൻ റെഡി ആയിട്ട് വരും എന്നാണ് പറയുന്നത്. കാര്യം നല്ല ദശകട്ടിയുള്ള മീനായതുകൊണ്ട് അല്പസമയം കൂടെ ഇട്ടേക്കണം കേട്ടോ. നമ്മൾ എളുപ്പം വിചാരിക്കുന്ന പോലെ റെഡിയായി വരാൻ സാധ്യതയില്ല. നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ മാംസം, അതുകൊണ്ട് ടേസ്റ്റും കൂടും കേട്ടോ. ധാരാളം മുള്ളുകളും ഉണ്ട്. അതായത് പറഞ്ഞു കേൾക്കാമല്ലോ, ധാരാളം മുള്ളുകളുള്ള മീൻ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബാക്കിയുള്ള മസാല കൂടെ പതുക്കെ എൻ്റെ പുറത്തേക്ക് കുറച്ചങ്ങ് തേച്ച് കൊടുക്കുകയാണ്. അതിനെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്തു. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടിലാണെങ്കിൽ ഒരു 5 മിനിറ്റിൽ മതിയെന്ന് തോന്നുന്നു കേട്ടോ. ഡീപ് ഫ്രൈഡേയും ഷാലോ ഫ്രൈഡേ ഇടയിൽ ഒരു മീഡിയം ഫ്രൈ മതി. ഒരുപാട് ഫ്രൈ ആയാലും അത് കഴിക്കാൻ അതിൻ്റേതായ രസം കാണത്തില്ല. അങ്ങനെ അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പോണ്ടിച്ചേരി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എടുക്കാം ബാബുൽ? റെഡി. കുറച്ച് കറിവേപ്പില വീണ്ടും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും അല്ലേ? അത് ശരി, ചുമ്മാ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നു, അങ്ങനെയല്ല. ഫിഷ് ഫ്രൈ ചെയ്ത അപ്പോൾ അതിൻ്റെ കുറച്ച് പൊരിയൊക്കെ കിട്ടും. പോണ്ടിച്ചേരി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇവിടെ മാറ്റി വയ്ക്കാം. കാര്യം ഈ ചൂടത്തോടെ ഇതെടുത്ത് കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല, ഈ ചൂടോട് കൂടി. അപ്പോൾ ഇവൻ്റെ തന്നെ മറ്റൊരു രീതി, അതായത് ആവോലി മച്ചാൻ വെച്ചുകൊണ്ട് നമ്മൾ വേറെ എന്ത് ചെയ്യാൻ പോകുന്നത്? ആവോലി ഫിഷ് മോളി കേട്ടോ, അത് ചെയ്യാൻ പോവുകയാണ്. അതൊരു ചെറിയ ബ്രേക്കിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.